തിരുവനന്തപുരത്തെ പുതിയ മേയറായിട്ടുള്ള വി രാജേഷ് ബി.ജെ.പിയുടെ പുതിയ മേയറാണ്. ബി.ജെ.പി കോർപ്പറേഷൻ പിടിച്ചതിനു ശേഷം വി രാജേഷാണ് മേയറായി അധികാരമേറ്റത്. ഈ മേയർ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി. തിരുവനന്തപുരത്തെ മാലിന്യ സംസ്കരണം അത് ഇൻഡോർ മാതൃകയിൽ നടപ്പിലാക്കുമെന്നുള്ളതാണ് ഇതിന്റെ വി രാജേഷ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന എന്ന് പറയുന്നത്. ഈ പ്രസ്താവനയിൽ ഉറഞ്ഞുതുള്ളിക്കൊണ്ട് പല കമ്മ്യൂണിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റ് പിണിയാളുകളും കമ്മ്യൂണിസ്റ്റ് അനുഭാവികളും സോഷ്യൽ മീഡിയയിൽ അടക്കം രംഗത്തെത്തുന്ന കാഴ്ചകൾ നമുക്ക് കണ്ടതാണ്. ഇൻഡോർ മാതൃകയൊക്കെ ഒരു മാതൃകയാണോ എന്നാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇത് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. വാർത്ത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തയല്ല, അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് പുറത്തു വന്ന വാർത്തയാണ്. ഇൻഡോറിന്റെ ക്ലീൻ സിറ്റി മോഡൽ സൗത്തിലേക്ക് വരുന്നു, അതായത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക് വരുന്നു. ഇൻഡോറിന്റെ ശുചിത്വ പദ്ധതി കേരളം പകർത്തുന്നു എന്നുള്ളതാണ് ആ വാർത്ത. ആ വാർത്തയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഊഷ്മളമായിട്ടുള്ള ഒരു സാംസ്കാരിക ചടങ്ങിൽ സന്ദർശന മന്ത്രിയെ പരമ്പരാഗത അംഗവസ്ത്രവും IMMCയുടെ പൗരപ്രസിദ്ധീകരണമായിട്ടുള്ള നാഗരിക്കിന്റെ ഒരു പകർപ്പും നൽകി ആദരിച്ചു എന്നുള്ളതാണ് ഈ വാർത്തയിൽ പ്രധാനമായും പറയുന്നത്. അതായത് മധ്യപ്രദേശിലെ ഇൻഡോറിലെ നഗര ശുചിത്വത്തെ പരിവർത്തനം ചെയ്യുന്നതിൽ ഇൻഡോറിന്റെ ശ്രദ്ധേയമായ യാത്ര രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വീണ്ടും ശ്രദ്ധ പിടിച്ചുപറ്റി. ഇത്തവണ തെക്കൻ സംസ്ഥാനമായിട്ടുള്ള കേരളത്തിൽ നിന്നാണത്. ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമെന്ന നിലയിൽ ഇൻഡോറിന്റെ സ്ഥിരമായിട്ടുള്ള പ്രകടനം അംഗീകരിച്ചുകൊണ്ട് കേരള തദ്ദേശ സ്വയംഭരണ മാലിന്യ സംസ്കരണ മന്ത്രി MP രാജേഷ് വ്യാഴാഴ്ച നഗരം സന്ദർശിക്കുകയും കേരളത്തിന്റെ നഗര ചട്ടക്കൂടിൽ ഇൻഡോറിന്റെ മാലിന്യ സംസ്കരണ മാതൃക സ്വീകരിക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് റിപ്പോർട്ട്. അതായത് വി രാജേഷ് പറഞ്ഞ ഈ ഇൻഡോർ മാതൃക നേരത്തെ തന്നെ LDF ഇവിടെ പകർത്തുമെന്ന് പറഞ്ഞതും MP രാജേഷ് അതായത് മന്ത്രി അവിടെ പോയി പഠിച്ചതുമാണ്. അത് ഇവിടെ പകർത്തുമെന്ന് മന്ത്രിയും പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ വി രാജേഷ് പറയുമ്പോൾ ഇൻഡോർ ഒക്കെ ഒരു മാതൃകയാണോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഇതാണ് ഈ LDFന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇൻഡോറിന്റെ സംവിധാനത്തെ ഒരു ദേശീയ മാതൃകയെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് രാജേഷിനൊപ്പം വകുപ്പ് സെക്രട്ടറിയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ഒരു സംഘവും ഉണ്ടായിരുന്നു. പ്രതിനിധി സംഘം പ്രധാന മാലിന്യ സംസ്കരണ വേർതിരിക്കൽ സൗകര്യങ്ങൾ സന്ദർശിക്കുകയും ഇൻഡോർ മുനിസിപ്പൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുമായി സംവദിക്കുകയും നഗരത്തിന്റെ ശുചിത്വ വിജയത്തിന് കരുത്ത് പകരുന്ന നൂതനവും എന്നാൽ ആവർത്തിക്കാവുന്നതുമായിട്ടുള്ള രീതികളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ ശേഖരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത്. ഇനി ഇതിൽ കൂടുതൽ എന്ത് പറയാനാണ്? ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.